ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകളിൽ കൗൺസിലർ തസ്തികയിലേക്ക് യോഗ്യതയുള്ള കൗൺസിലർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കെൽസിയുടെ നിർദ്ദിഷ്ട പദ്ധതിയായ സമവായം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് നിയമനം. ക്വാളിഫിക്കേഷൻ വരുന്നത് സൈക്കോളജിയിൽ BA അല്ലെങ്കിൽ BSc ഫുൾ ടൈം, അല്ലെങ്കിൽ സൈക്കോളജിയിൽ MA അല്ലെങ്കിൽ MSc ഫുൾ ടൈം, അല്ലെങ്കിൽ ക്ലിനിക്കൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഫാമിലി കൗൺസിലിംഗിൽ PG സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രശസ്തമായ ആശുപത്രികളിൽ അല്ലെങ്കിൽ മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ക്ലിനിക്കുകളിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലിംഗിലുള്ള പരിചയം മുൻഗണന നൽകുന്നതാണ്. പ്രായപരിധി വരുന്നത് 30 വയസ്സിന് മുകളിലാണ്. ഓണറേറിയം ദിവസം 1500 രൂപ ലഭിക്കുന്നതാണ്. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുടെ വർക്ക് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം നൽകുന്നത്. താൽപ്പര്യമുള്ള അപേക്ഷകർ മുകളിൽ പറഞ്ഞ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഏപ്രിൽ 26 വൈകുന്നേരം 5 മണിക്കകം നേരിട്ടോ തപാലിലോ സെക്രട്ടറി ജില്ലാ നിയമസേവന അതോറിറ്റി ആലപ്പുഴ ജില്ലാ ഓഫീസിൽ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഇരിട്ടി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, തലശ്ശേരി ബ്ലോക്കുകളിലെ CDSകളിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെന്ററുകളിലേക്ക് കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ നിയമിക്കുന്നുണ്ട്. സോഷ്യൽ വർക്ക്, സൈക്കോളജി, ജെൻഡർ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദ അല്ലെങ്കിൽ ബിരുദാനന്തരമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ 3ാം നില BSNL ഭവൻ, സൗത്ത് ബസാർ, കണ്ണൂർ 670002 എന്ന വിലാസത്തിൽ ഏപ്രിൽ 30 വൈകുന്നേരം 5 മണിക്കകം എത്തിക്കേണ്ടതാണ്. പ്രസ്തുത ബ്ലോക്ക് പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കി വരുന്ന സുരക്ഷാ പ്രോജക്റ്റിൽ കൗൺസിലർ തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. MSW അല്ലെങ്കിൽ സൈക്കോളജിയിലോ സോഷ്യോളജിയിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഏപ്രിൽ 22 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് ഭവനിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ 3rd ഗ്രേഡ് ഓവർസിയറെ നിയമിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 25 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മലപ്പുറം KRWSA ജലനിധി മേഖലാ കാര്യാലയത്തിൽ പ്രോജക്റ്റ് കമ്മീഷണർ ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. BTech അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും കുടിവെള്ള പദ്ധതി മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തുകളിലാണ് നിയമനം. ജില്ലയിൽ സ്ഥിര താമസമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മലപ്പുറം KRWSA ജലനിധി മേഖലാ ഓഫീസിൽ ഏപ്രിൽ 22 രാവിലെ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടുമാരുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചിറ്റൂർ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന SVEP പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്കായാണ് നിയമനം. ചിറ്റൂർ ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസമുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഏപ്രിൽ 26 മുമ്പായി ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ SVEP ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.